ഗുഡ് മോർണിംഗ് സുന്ദരീസ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ചെന്നൈയിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം ഷോർട്സിലും അതുപോലെ ഞാൻ റീൽസിലും വീഡിയോയിലൊക്കെ കാണിച്ചപ്പോൾ കുറേ പേർക്ക് നല്ല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് എത്ര കണ്ടും ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഇന്ന് കുറച്ച് അലച്ചിലും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തു. ഈ കുരുവിൻ്റെ ഭാഗത്ത് മാത്രം ഇട്ടിട്ടില്ല കേട്ടോ, ബാക്കി ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മാറ്റ് ഫിനിഷ് ഇല്ലേ. ഇത് കാൻഡി ബെല്ലയുടെ ഈ ഒരു ഇതിലെന്താ പറയുക, ഒരു കോമ്പാക്ട് ജെല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നല്ല കൺസിസ്റ്റൻസി ആണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും, നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ പ്രത്യേക സ്പഞ്ച് വരുന്നുണ്ട്, അത് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പഞ്ചിലത്തെ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് പറ്റി പിടിക്കും. അത് മാത്രമാണ് ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ മാക്സിമം ക്ലീൻ ആക്കിയിട്ട് ഇടാൻ നോക്കാറുണ്ട്. എന്തായാലും ഇപ്പോൾ 5:30 സമയം. അപ്പോൾ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കുറച്ചിട്ടിരുന്നു, ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മേക്കപ്പിൻ്റെ മീതെ ഇട്ടാലും നല്ലതാണ്. ഇത് ഓയിലി ആയിട്ട് സ്കിന്നുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ, അല്ലാത്തവർക്കും നല്ലത് തന്നെയാണ്. പിന്നെ കുറച്ചൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ രീതിയിൽ ഒരു പൊടിക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ടച്ചപ്പ് ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നോക്കാം. ചെന്നൈയിൽ എത്തിയതിന് ശേഷം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുമ്പോൾ ഒരു 10:30 ആവുണ്ടാവും. 5:30, 6:30, 7:30, 8:30, 9:30, 10:30, 5 മണിക്കൂറിന് ശേഷം നമ്മുടെ സ്കിൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഉള്ളത്. ഈ കുരുവിൻ്റെ ഭാഗത്ത് ഞാൻ ഇടാത്തതാണ്, ഞാൻ അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. ഇമോഷി നല്ല ഉറക്കമാണ്. ഇമ്മക്കുട്ടീനെ ഇന്ന് അമ്മ സ്കൂളിലേക്ക് വരും കേട്ടോ. ജസ്റ്റ് വിളിച്ചാൽ മതി, റെഡി ആവലൊക്കെ ഇമ്മ തന്നെ ചെയ്തോളും. ആ ബെഡിൽ കിടത്തിയതാ, എങ്ങനെയാണെന്നറിയില്ല. എങ്ങനെയാണെങ്കിലും രാവിലെ ആകുമ്പോൾ പകുതി ഭാഗം ഈ ബെഡിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഞാനിപ്പോൾ എപ്പോഴും നമ്മുടെ തായ്ലാൻഡിൽ നിന്ന് മേടിച്ചത് ആമസോണിലും കിട്ടും കേട്ടോ. ഞാൻ ലിങ്ക് ഇടേ. ഇതിൽ ഇൻഹേലർ ഇത് വെക്കും കേട്ടോ. എനിക്ക് ഇപ്പോൾ തുടങ്ങിയ അസുഖമാണ്. എനിക്ക് കാറിൽ പോകുമ്പോൾ ഈ രാവിലെ സമയത്തൊന്നും കുഴപ്പമില്ല, പക്ഷേ ഉച്ച സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് കാറിൽ യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനും കുറച്ച് മോഷൻ സിക്നെസ് ഒക്കെ വരും. ഞാനങ്ങനെ ആലോചിക്കും, അങ്ങനെ വരുമോ? ഇത്രയും കാലമായിട്ടില്ലാത്ത, ഇത് 10-35 വർഷമായിട്ടില്ലാത്ത സാധനം പെട്ടെന്ന് ഇങ്ങനെ വരിക, എന്താ അങ്ങനെയല്ലേ? എന്തായാലും ഞാൻ ഏട്ടനോട് ബായൊക്കെ പറഞ്ഞ് പോവാണ്. ഏട്ടനെ ഇനി പോണ വഴിക്ക് ഭക്ഷണം കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ഭയങ്കര അബദ്ധമായി. ഞാൻ രാവിലെ 7 മണിക്ക് കഴിക്കുന്ന കാരണം എനിക്ക് ഇപ്പം തന്നെ വിശന്ന് ഞാൻ പൊരിഞ്ഞാണ് കേട്ടോ ഇരിക്കണത്. നീ ഹായ് വര, ഹായ് വര. അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും പിന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഫ്ലൈറ്റ് ആക്ച്വലി നേരത്തെ ആയിരുന്നു. തലേദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ആണെന്നുള്ളത്. പിന്നെ സമയം പോയത് അറിഞ്ഞൂല. തനിയെ പോണ പോലെയല്ലല്ലോ, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ സമയം പോകും. തനിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ സിനിമയൊക്കെ കണ്ടിരിക്കും. പക്ഷേ ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സ്ഥലകാല ബോധം അങ്ങ് പോവും. അപ്പോൾ എനിക്ക് ടെൻഷനാവും ഫ്ലൈറ്റിൻ്റെ സമയമൊക്കെ ലൈക്ക് ഞാൻ മറന്നു പോകുമെന്നുള്ളത്. ചെറിയൊരു ഫ്ലൈറ്റ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറിയ ഒരു പീക്കിൽ ഫ്ലൈറ്റ് കാണുന്നത്, ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ വിൻഡോ സീറ്റിൽ കയറിയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു വിൻഡോ സീറ്റിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. പക്ഷേ അല്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് പിന്നെ ഒരു മാഡം വന്നിങ്ങനെ പറഞ്ഞു ഇത് എൻ്റെ സീറ്റാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എൻ്റെ തലയിൽ അങ്ങനെയായിരുന്നു ഓടിയിട്ടുണ്ടായത്. പിന്നെ എഴുതിയിരിക്കണം കണ്ടപ്പോഴും അതാണ് സൈഡിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. നമുക്കതാണല്ലോ ആഗ്രഹം, സൈഡ് വേണമെന്നാണല്ലോ, അല്ലെങ്കിൽ വിൻഡോ സീറ്റ് വേണമെന്നാണല്ലോ ആഗ്രഹം. പിന്നെ സാരില്ല, 1-1.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. ഞാൻ ഇരുന്നൊരു സിനിമ കണ്ടു കേട്ടോ. ജയൻ രവിയുടെ ഒരു പുതിയ സിനിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഫൺ സിനിമയായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി. ഇത് കണ്ട് ഫ്ലൈറ്റ് എന്തൊരു കുട്ടി ഫ്ലൈറ്റാലേ. ഇനിയാണ് കാര്യം, എങ്ങോട്ട് പോവും. അപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് എവിടെയെങ്കിലും പോയി നന്നായി ഫുഡ് കഴിക്കണം, അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ A to B ഇവിടെ പുറത്ത് തന്നെ ഉണ്ട് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിലെത്തി. ഫുഡാണ്, പക്ഷെ നല്ല ചില്ലല്ലേ, നല്ല ക്ലൈമറ്റ്. അതെ, നമ്മൾ ചെന്നൈ പോലെയൊന്നും അല്ലാതെ വരുമ്പോൾ സാധാരണ ഭയങ്കര ചൂടും വെയിലൊക്കെ. 5 കൊല്ലം മുമ്പ് അതിപ്പോ ഇനി ഫുഡ് കഴിക്കാൻ പോവാം.
എനിക്ക് നല്ല ദോശ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. വീട്ടിലും എപ്പോഴും ദോശ തന്നെ. പക്ഷേ ഇങ്ങനെ രാവിലെ നല്ല ദോശയും ചട്നിയും ചമ്മന്തിയും സാമ്പാറും പിന്നെ നല്ല ഫിൽറ്റർ കോഫിയും കൂടി ആകുമ്പോൾ എൻ്റെ ദൈവമേ അതൊരു അടിപൊളിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ A to Bയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. മെട്രോയിലായിരുന്നു A to B ഉണ്ടായിരുന്നത്. കുറച്ച് നമുക്ക് തപ്പിത്തരേണ്ടി വന്നു. അവസാനം ഞങ്ങൾ എത്തി കേട്ടോ. കോഫി ഉണ്ടാക്കണം നോക്കൂ. ആ ചായയാണ്. കോഫി ഇത് ഉണ്ടാക്കണേൽ ചായ ആദ്യം തന്നു. ആരോ ഒരാൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫി അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ അല്ലേ. ഓഫ്. അത് കഴിഞ്ഞിട്ട് ഇന്ദുന് ഭയങ്കര സ്വീറ്റ് ടൂത്താണ് കേട്ടോ. അപ്പോൾ അവൾ മേടിച്ചൊരു ബദാം സ്വീറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അധികം മധുരമില്ല, കുറച്ച് കാജു കട്ട്ലിയുടെ ടേസ്റ്റുണ്ട്. ഇത് കണ്ടോ, നെയ്റോസ്റ്റ് ഹാലോവിന് നമ്മൾ ഇമ്മക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ തൊപ്പി പോലെ ഉണ്ടായിരുന്നു. ഞാൻ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. ഇന്ദു ആ തൊപ്പീനെ ഒടിച്ച് മടക്കി. എന്തായാലും അങ്ങനെ ഞങ്ങൾ നല്ല ദോശയും നെയ്റോസ്റ്റും അങ്ങനെയൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് ഇനി നമുക്ക് തീരുമാനിക്കണം എങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഫിനിക്സ് മോളിൽ പോകാമെന്നുള്ളത്. അത് അടുത്തുമാണ്. അടുത്തെന്ന് വെച്ചാൽ താരതമ്യേന അടുത്താണ്. എനിക്ക് അത്ഭുതമായൊരു കാര്യം എന്താണെന്നറിയോ, ഇവൻറ്റ് ക്യാൻസൽ ചെയ്തത് ഇത് കാരണമായിരുന്നു. മഴ പെയ്യും എന്നുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ പെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, ഭയങ്കര ചിൽ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് വിചാരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ്. നല്ല ബാംഗ്ലൂരൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ക്ലൈമറ്റല്ല, ഭയങ്കര ചില്ലായിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവർ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ മഴ പെയ്യുന്നു പറഞ്ഞിട്ട് എന്താ പെയ്യാഞ്ഞെന്ന്. അപ്പോൾ ആൾ പറയണേ ഇന്ന് ചാൻസ് ഇല്ല, പക്ഷെ നാളെ മറ്റന്നാളായിട്ട് പെയ്യാൻ ചാൻസ് ഉണ്ട്, ഇന്ന് എന്തായാലും മഴ പെയ്യാൻ യാതൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും പക്ഷെ നമ്മൾ പുറത്തേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, സ്ട്രീറ്റിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, മോളിൽ തന്നെ പോവാം. ഇൻ കേസ് മഴ പെയ്താലും നമ്മൾ സേഫ് ആയിരിക്കുമല്ലോ. ഫിനിക്സ് മോളിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ ഇപ്പോൾ സമയം വന്നിട്ട് 12:15 അപ്പോൾ നമ്മൾ രാവിലെ ഇട്ട ആ ഒരു കോമ്പാക്റ്റ് ഉണ്ടല്ലോ, അതെപ്പോഴും കുഴപ്പമൊന്നുമില്ല, അത്ര ഓയിലി ഒന്നും ആയിട്ടില്ല. സ്കിൻ ഈ ഒരു ഭാഗം മാത്രം കണക്കാക്കണ്ട കേട്ടോ, ഇത് നമ്മുടെ പിമ്പിൾ വന്നതിൻ്റെയാണ്. അതല്ലെങ്കിൽ സ്കിൻ ഇപ്പോഴും പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് പറ്റിച്ച ഒന്ന് വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഇങ്ങനെ ആ കോമ്പാക്റ്റ് ഒന്നും കൂടി ഇട്ട് നോക്കണം എന്നുണ്ട്. പക്ഷെ നന്നായിട്ടില്ലേ, എൻ്റെ അങ്ങനെ അത്ര ഓയിലി ആയിട്ടുള്ള സ്കിന്നല്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു കുറച്ച് ഓയിലെപ്പോഴും ഓയിലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സാധനമാണ്. അൺലെസ് ആൻഡ് അൺടിൽ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കാണെങ്കിൽ വർക്ക് ആവാൻ ചിലപ്പോൾ പറ്റില്ല. പോഴ്സൊക്കെ ക്ലോഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതല്ലാത്തവർക്ക് ഇത് സെറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് ഇതൊന്ന് റീടച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ നീങ്ങി പോണു അല്ലേ, നല്ല കാറ്റായിരുന്നു. അയ്യോ നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നമ്മൾ മഴയൊക്കെ എവിടെ നല്ല രസമുള്ളൊരു കാറ്റ്, ബീച്ചിലൊക്കെ പോണ പോലെ. അപ്പോൾ ഇതേ നമ്മൾ H&Mലെത്തി. H&M പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്രിസ്മസി വൈബ് കേട്ടോ. ഫുൾ ഗോൾഡൻ സീക്വൻസ്, ബ്ലാക്ക്, റെഡ്, പിന്നെ ബോട്ടംസ് ആണെങ്കിലും ഒക്കെ നല്ല രസമായിട്ട് കളർഫുള്ളായിട്ടുണ്ട്. പക്ക ഒരു ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കളക്ഷൻസ് പുതിയതിങ്ങനെ വരണ ഇതല്ലേ, നവംബറിലൊക്കെ ആകുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഡിസംബറൊക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് തീർന്നു തുടങ്ങുമല്ലോ. സീക്വൻസിൻ്റെ ഒരു കളിയാണ് കേട്ടോ. പിന്നെ സാറ്റിൻ എപ്പോഴും ഇന്നാണ് അല്ലേ, അതിനൊരു മാറ്റമില്ല. എത്ര കാലമായിട്ട് സാറ്റിൻ ഷർട്ട് ഉള്ളതാണ്. നമ്മൾ സുഡിയോന്ന് മേടിച്ചിട്ടില്ലേ 600 രൂപ. ഇന്നലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ ആ ഒരു ഷർട്ട് ഉണ്ടായിരുന്നില്ലേ, സെയിം ഷർട്ട്, പക്ഷേ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ 1800 രൂപയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. റെഡ് ഉണ്ടായിരുന്നു. സുഡിയോയിൽ ഞാൻ റെഡ് കണ്ടില്ല, ഒരു ഗോൾഡൻ, ബേജ്, ഗ്രീൻ അങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഡിയോന്നാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഡിയോൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇത് മേടിക്കുമ്പോഴാണ് സംശയമാവുക. H&M നമ്മൾ ഇറങ്ങിയിട്ട് ഞാൻ ആ കോച്ചിൻ്റെ ബാഗ് വെറുതെ ഇങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു. അവന് അകത്തേക്ക് കയറിയൊന്നുമില്ല. അതിനുശേഷം ഞാൻ ടിറയിലേക്ക് വന്നു കേട്ടോ. ടിറയിൽ നിന്ന് ഞാൻ ഇതുവരെയും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ടിർട്ടർ ഫൗണ്ടേഷൻ ഇല്ലേ, അത് മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചാൽ ടിറയിൽ വന്നത്, പക്ഷെ അതിവിടെ അവൈലബിൾ അല്ലായിരുന്നു. പകരം പെർഫ്യൂംസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലക്സുറി പെർഫ്യൂംസ് കുറേ ഉണ്ടായിരുന്നു.
ഞാനങ്ങനെ ലക്ഷറി മേടിക്കുകയാണെങ്കിലും ഒരു 5000 അതിലപ്പുറത്തേക്ക് വില കൂടിയ പെർഫ്യൂം ഞാൻ മേടിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിച്ചു, ഒരു ഡിസ്കൗണ്ടിന് ശേഷം 5000 രൂപേനെക്കാട്ടിലും താഴെയുള്ള പെർഫ്യൂംസ് സജസ്റ്റ് ചെയ്യുമെന്ന്. ഭയങ്കര നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അവരിങ്ങനെ ഭയങ്കര സമാധാനത്തോടു കൂടി നിന്ന് ഞാൻ എല്ലാ പെർഫ്യൂംസൊക്കെ ട്രൈ ചെയ്ത അവസാനം ഒരു പെർഫ്യൂമും അതുപോലെ ഒരു ബ്ലഷും മേടിച്ചു. അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ സെഫോറയിൽ പോയി. സെഫോറയിൽ നിന്ന് എനിക്ക് ഫെൻഡി ബ്യൂട്ടിയുടെ ആ ഒരു ടിൻറ്റില്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല. ചെന്നൈയിലത്തെ സെഫോറയിൽ ഫെൻഡി ബ്യൂട്ടിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സെഫോറയിൽ അധികം കറങ്ങിത്തിരിഞ്ഞ് നിന്നില്ല. വേറെ ഒന്നും മേടിക്കാറില്ലല്ലോ. ടിരയിൽ നിന്ന് ഞാനൊരു പെർഫ്യൂമും ഒരു ബ്ലഷും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നത് ചാൾസ് ആൻഡ് കീത്തിലാണ് കേട്ടോ. ഇവിടെയും ഓഫറുണ്ട്, 20-25% ഓഫറുണ്ട്. ഈ ബാഗ് എങ്ങനെയുണ്ട്? എന്തായാലും ഞാനിത് മേടിച്ചു. ഇതിന് 25% അങ്ങനെ ഇട്ട ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് വിലയുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ മേടിക്കാം. എനിക്ക് ഈ വർഷം എനിക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. അപ്പോൾ ഒരു നല്ലൊരു ബാഗ്, ഒരു വൈറ്റ് ബാഗ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സിന് പോകുമ്പോഴും ഒക്കെ നല്ലതാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു, ഒരു സന്തോഷത്തിന്. ചിലപ്പോൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു ഞാൻ മേടിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗിൽട്ടൊന്നുമില്ല, ഹാപ്പി ആയിരുന്നു ഞാൻ. ഹലോ, അപ്പോൾ ദേ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ പിസ്സ കഴിക്കാൻ പോവാണ്. ഒരു തവണ പറഞ്ഞു കഴിഞ്ഞതാട്ടോ, മൈക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതാണെങ്കിൽ ഞാനും മേടിക്കും. അതെ, ഞാൻ കുറേ നാളായി മേടിക്കണമെന്ന് വിചാരിക്കണം. മറ്റേ ക്യാമറയ്ക്ക് ഉണ്ട്, പക്ഷെ ഫോണിനുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് ആ മൈക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് മേടിക്കാമെന്നാണ്. ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പൊട്ടി. ആ ബാഗും കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വെച്ചിരുന്ന പൈസയിൽ നിന്നൊരു ഇതങ്ങ് പോയി. അപ്പോൾ ഞാൻ വിചാരിക്കണേ ഒന്ന് നോക്കിയിട്ട് അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഡിസംബർ ലാസ്റ്റായിട്ട് മേടിക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്പം സംസാരിക്കാമല്ലോ. ഇതേപോലെ വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സംസാരിക്കുമ്പോൾ ആ ഒരു വൈബല്ലേ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞാൻ ഈ കോമ്പാക്റ്റ് റീഅപ്ലൈ ചെയ്യാണ് കാൻഡി ബെല്ലയുടെ. ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ പറയട്ടെ, ഇതിൻ്റെ സ്പഞ്ചാണ് കേട്ടോ. ഈ സ്പഞ്ചിൽ ആവുന്ന ആ അഴുക്കെല്ലാം ഈ കോമ്പാക്റ്റിലാവും. അതെനിക്ക് പ്രശ്നമായിട്ട് തോന്നി. അല്ലെങ്കിൽ ഈ സ്പഞ്ചിൽ എപ്പോഴും അഴുക്കാവും. കാരണം നമ്മൾ മേക്കപ്പിൻ്റെ മീത് റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മേക്കപ്പിലെ കുറച്ച് ഭാഗമൊക്കെ ഇതിലാവില്ലേ. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട്, മെയിനായിട്ട് ആ സ്പഞ്ചിൻ്റെ, ഇങ്ങനത്തെ സ്പഞ്ച് കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ സ്പഞ്ച് ഇടയ്ക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതല്ലെങ്കിൽ കോമ്പാക്റ്റ് അടിപൊളിയാണ്. അടിപൊളിയാണ്. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ ട്രൈ ചെയ്യണ്ട കേട്ടോ, അല്ലാത്തവർ ട്രൈ ചെയ്തോളൂ. പിന്നെ ഞാനിത് മണത്ത് വെക്കാൻ പറയുമായിരുന്നു, നമ്മുടെ ഇൻഹേലർ. അപ്പോൾ ശരത്തിന് പ്രത്യേകിച്ച് യാതൊരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് എന്താ അത്, സാധാരണ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറയുന്ന ആളുകൾക്കൊരു റിയാക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെന്താ പിന്നിലെന്ന് അറിയുന്നത്, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതാണ് പിന്നിൽ ഞാൻ കുത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ നോയിലിന് ഭയങ്കര റിയാക്ഷനായിരുന്നു. ഭയങ്കര മണം, നല്ല ബുദ്ധിമുട്ടുണ്ട്, മൂക്കിൽ കയറി പോകുന്നുണ്ട്. ശരത്തിനോട് പിന്നെ നോക്കാൻ പറഞ്ഞിട്ട് അവന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല, അവനൊന്നും തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ ഓരോരുത്തരുടെ മൂക്ക് ഓരോ പോലെ. ഞാനൊക്കെ ഭയങ്കര ഇങ്ങനെ മണത്തിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. എനിക്കൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും മണം. ഇന്ദുവിനും കുറച്ചൊക്കെ ഫീൽ ചെയ്തു, സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. നല്ലതായിട്ടാണ് പറഞ്ഞ കേട്ടോ എല്ലാവരും. ശരത്തിന് മാത്രം ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ എന്തോ ഒരു തൈലില്ലേ, അത് മണപ്പിച്ചിട്ട് അതിങ്ങനെ ഭയങ്കര ബ്രെയിനിലേക്ക് പോണ പോലെ റീൽസിലൊക്കെ ഞാൻ കാണാറുണ്ട്. അത് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അതാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കണത്. അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ ബ്രെയിനിലേക്ക് പോകുന്നു പറയണ്ട അതിൻ്റെ മണം, അത് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ കുറേ അധികം നേരം സംസാരിച്ചു. ഇനിയിപ്പോൾ പോവാണ്. ഞാൻ ഫ്ലൈറ്റിലാണ് പോണേ, അവർ ബസ്സിലാണ് കേട്ടോ. സെയിം പറ്റിയോ? അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ്. താങ്ക് യു ഗൈസ്, ടാറ്റ. താങ്ക് യു സോ മച്ച്. ചേച്ചി അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ചേച്ചി ഓഡിയൻസ് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. എന്റെ ഊബറാന്ന് തോന്നുന്നു വിളിക്കണ്. എവിടെ നിക്കണേ നോക്കട്ടെ. ഹലോ, ഇത് ഫ്രണ്ടാണോ ബാക്കാണോ? நாங்க வந்து ஃப்ரெண்டில் இருக்கோம் நினைக்கிறேன். அந்த അപ്പൊ അവര് വിജയുടെ വീട് കാണാൻ വേണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ എയർപോർട്ടിന്റെ അടുത്തുള്ള രാവിലെ പോയ A to B അവിടേക്ക്
ഡയറ്റിലാണ്. ഞാനും മധുരം അങ്ങനെ അധികം കഴിക്കില്ല. അപ്പോൾ അത് എല്ലാത്തില് ഇപ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടിയും തന്നെയാണ് ഇത്തിരിയെങ്കിലും മധുരം കഴിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ A2Bയിൽ പോയിട്ട് സ്വീറ്റ്സ് എന്തെങ്കിലും മേടിച്ച് ഞാൻ വിചാരിക്കണേ ഡിന്നർ അങ്ങ് അവിടെ നിന്ന് കഴിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം എനിക്ക് കുറച്ച് സമയമുണ്ട്. ഇപ്പോൾ 6:30 ആവണുള്ള സമയം, 9:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും 8:30 എത്തിയാൽ മതിയല്ലോ എയർപോർട്ടിൽ. 8:30 അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് 8 മണിക്ക് എത്തിയാൽ മതി. അപ്പോൾ സമയമുണ്ട്. അപ്പോൾ ഒരു 7 മണിന്ന് കണക്കാക്കാം. നമ്മൾ ഫുഡ് അല്ല 7:30 ഇറങ്ങിയെന്ന് വിചാരിക്കുക ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ഒരു 10 കൂടി വേണ്ട, 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ അവിടെ നിന്ന് നടക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കണക്കിൽ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ അങ്ങ് ഡിന്നറും കഴിച്ച് വൈൻഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ചെന്നൈയിൽ വരണേ. ഞാനും ഏട്ടനും കൂടിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട്, അതായത് ഒരു 12 വർഷം മുമ്പെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നാൾ മുമ്പായിരുന്നു ഞാൻ ചെന്നൈയിൽ വന്നിട്ടുണ്ടായത്. ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല കേട്ടോ ചെന്നൈ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇന്നിപ്പോൾ ആകെ ഫിനിക്സ് മോളിൽ മാത്രമല്ലേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ടി നഗർ അങ്ങനെയൊക്കെ പോകണം, എല്ലാം അടുത്ത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ മോളിൽ തന്നെ ഇരുന്ന് ചില്ല് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ എത്താനായിട്ട്. ചാൾസ് ആൻഡ് കീത്തിൻ്റെ ഇത് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, 20-25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 6000 രൂപയ്ക്ക് കിട്ടി. അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് നോക്കി മേടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബ്രാൻഡഡ് ഷോപ്സിൽ പോകുമ്പോൾ, ഈവൻ പല ബ്യൂട്ടി ഷോപ്പുകളിലും കൂടെ പോകുമ്പോൾ അവർ ഭയങ്കര ജഡ്ജ്മെന്റലായിരിക്കും. നമ്മളിടുന്ന ഔട്ട്ഫിറ്റ്, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളോട് അവർ ട്രീറ്റ് ചെയ്യുള്ളൂ. അതായത് നമുക്ക് പൈസ ഉണ്ടാവും, സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ടാവും. അതല്ലെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെയല്ലെങ്കിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നന്നായിട്ട് പെരുമാറണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ പല സ്ഥലത്തും പോയിട്ട്, ഇപ്പോൾ ഈവൻ ഞാൻ മലേഷ്യയിൽ പോയിട്ട് പോലും എനിക്ക് അത്ര അങ്ങോട്ട് രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല ആരോടും അങ്ങനെ അല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്. ഇപ്പം എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് വേറൊരാൾ അത്ര, ഇപ്പൊ ഈ സോ കോൾഡ് സൊസൈറ്റിയുടെ ഒരു രീതിക്കല്ല ആള് ഡ്രസ്സ് ചെയ്യണേ വെച്ചിട്ട് ആളോട് അത്ര നന്നായി പെരുമാറാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവര് നല്ലോണം നിന്ന് സെയിലുള്ള ബാഗ്സ് ഒക്കെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാ ബാഗ്സും നോക്കി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബഡ്ജറ്റ് ഒരു 6000 ആണ്, അപ്പം അതിലുള്ള സെയിലുള്ള ബാഗ്സ് നോക്കുമെന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് മേടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ടിറയിൽ പോയപ്പോഴും എനിക്ക് നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. അത് എത്താറായി ഒക്കെ പോ. ഞാൻ രാവിലെ കഴിച്ച അതേ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ A2Bയിൽ വന്നതാണ്. അതും ആ ഊബർ എന്നെ വേറെ ദൂരെ എവിടെയാണ് കൊണ്ട് ഇറക്കിയത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാപ്പൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ നടന്ന് മെട്രോയിലെത്തി. മെട്രോയിൽ ഞാൻ A2B മെട്രോയിൽ എത്തിയാൽ പിന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ A2B. അപ്പോൾ അവിടെ എത്തി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് മെട്രോന്ന് തന്നെ നടന്ന് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും. ശരിക്ക് ഏട്ടനോട് പറയുകയും ചെയ്തു, നിനക്ക് വേണേൽ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചുകൂടെ, അപ്പോൾ പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവില്ലേ. പക്ഷെ ഇല്ല, എനിക്ക് A2Bയിൽ പോകണം. ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിശദമായിട്ട് സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മസാല ദോശയൊക്കെ കഴിച്ച് കോഫിയും കുടിച്ച് ഞാനിങ്ങനെ കുറേ സ്വീറ്റ്സ് കുറച്ച് 50 ഗ്രാം വെച്ചിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമാണ് തരത്തിൽ, ഏട്ടന് ഇഷ്ടമാണ് തരത്തിൽ, അങ്ങനെ നോക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മെട്രോൻ്റെ അവിടെ നിന്ന് തന്നെ, ഇത് പിന്നെ ഒരു കുഴപ്പമില്ല, അവിടെ ഇങ്ങനെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നടന്ന് പോയാൽ മതി. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ആകെ ഒരു ഹാൻഡ് ബാഗല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അവിടെ പിടിച്ചു വെച്ചു എൻ്റെ ബാഗ്, അതെല്ലാ തവണ ഉള്ള പോലെ തന്നെ. അതിൻ്റെ ട്രൈപോഡ് എന്തായിരുന്നു തോന്നുന്നു പിടിച്ചു. അല്ല, ഇത്തവണ സാനിറ്റൈസറായിരുന്നു. പക്ഷേ എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ എയർപോർട്ടിൽ. എൻ്റെ പൊന്നി ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ച കാരണം പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ, ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. നല്ല റഷായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. ഞാൻ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ദേ എൻ്റെ മുഖം നോക്കൂ. നമ്മുടെ കോമ്പാക്റ്റ് ഇട്ടിട്ട് ഇത്ര നേരമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഓവറോൾ ഇഷ്ടമായിട്ടോ അത്. എനിക്ക് ആകെ ഒരു കാര്യം അറിയേണ്ടത്, ആക്നെ പ്രോൺ സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കണ്ടും അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ബുദ്ധിമുട്ടാവുന്നതാണ്, ആക്നെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലാത്തവർക്ക് ഇത് നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉറങ്ങട്ടെ. 1.5 മണിക്കൂറേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ എത്തുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. അവിടെ എത്തുമ്പോൾ ഏട്ടൻ പിക്ക് ചെയ്യാൻ നിൽക്കും കേട്ടോ. ഇമ്മു ഉറങ്ങിയിട്ടാണ്, ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ. നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ, അല്ലെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. എനിക്ക് വേണ്ട വെള്ളം കുടിക്കാനായിട്ട്.
ഇതെങ്ങനെ വേറെ ഇതില്ലാത്തോണ്ട് കൊണ്ടുവന്നാ അത് ഞാൻ കുടിക്കിച്ചിട്ടാണോ ഞാൻ വീട്ടിലിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ യൂട്യൂബേഴ്സ് വെള്ളം കുടിക്കുക? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് പുറമേയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാ, കാരണം ഇതിന് തുളുമ്പി പോവില്ലേ. പക്ഷെ ഇത് ഓർത്ത് വെച്ച് എടുത്ത് കൊണ്ടുവന്നു. പ്രൗഡ് ഓഫ് യു മൈ ബോയ്. സത്യത്തെ പേസും വിജയുടെ എന്തായിരുന്നു ഏട്ടാ അതിന് പറയാ, മറ്റേ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോ ആളുകളെ കൂട്ടിയിട്ട് അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് പൊന്നിയുടെ ക്രൗഡ് കാണണം കേട്ടോ, നമ്മൾ ഞെട്ടിപ്പോവും. ഓയോ, അത്രയും വലിയൊരു ക്രൗഡിനെ പുള്ളി ചെയ്യാൻ ആളുടെ ഒരു കഴിവും വല്ലാത്തൊരു കഴിവ്. പിന്നെ എനിക്ക് തോന്നുന്നു വലിയ പ്രാക്ടീസ് ഒന്നും ചിലപ്പോൾ വേണ്ടി വരില്ല അല്ലേ, കാരണം പുള്ളി സിനിമയിലൊക്കെ പറഞ്ഞ ഡയലോഗ് തന്നെ ഭയങ്കര ഇതായിട്ട് അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് പുള്ളി സെയിം ആവോ എനിക്കെന്തോ ഒരു തോന്നൽ ചിലപ്പോ ആവുമായിരിക്കും. അയ്യോ, അങ്ങനെ നമ്മൾ എവിടെ നിന്നല്ല സ്റ്റാൻലി, ഇതിനെ സ്റ്റാൻലി കപ്പ് എന്ന് അത്ര പറയാ, എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഇവ പറഞ്ഞതാ. അവിടെ നിന്ന് തുടങ്ങി നമ്മൾ വിജയ് വരെ എത്തി. ഞാൻ എന്തായാലും എന്നെ മുക്കുട്ടിക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ട്, സ്വീറ്റ്സ്. അപ്പൊ എന്തായാലും പോട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങള് വീട്ടിൽ പോട്ടെ. നല്ലൊരു ദിവസമായിരുന്നു. എന്തിനാ പോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അറിയില്ല, പക്ഷെ പോയത് നല്ലായിരുന്നു. ഇപ്പൊ ഇത് ക്യാൻസൽ ചെയ്താലും ഒന്നും കിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് എന്തായാലും പോയതാണ്. പോയപ്പോ ചെന്നൈയില് മോളില് പോയി തിരിച്ചു വന്നേട്ടാ. ഭയങ്കര വല്ലാത്തൊരു ജീവിതം എന്നൊക്കെ പറയില്ലേ ആളുകള്, അതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കൂടിയിട്ട് 5000 രൂപ ഉണ്ടായിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോ എക്സ്ട്രാ ഒരു ഞാൻ അത് പറയുന്നില്ല എത്ര രൂപ ചെലവായി എന്നുള്ളത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ ചേട്ടാ, ഇതൊക്കെ പഠിയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ. ഇനി ഇത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഇവന്റ്, അതിന് ഞാൻ ഇനി പോകുന്നില്ല കേട്ടോ. ഇനി അടുത്ത ഇവന്റ് ബാംഗ്ലൂർ ഉണ്ട്, അതും ഞാൻ പോകുന്നില്ല തൽക്കാലത്തേക്ക്. ഞാൻ ഇല്ല, ഞാന് ഇത് ഓൾറെഡി നമ്മള് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നല്ലേ, അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പോയിന്ന് മാത്രമേ. ഇത് ഇമ്മക്ക് ഫേവറേറ്റാ, റസിയാവോ ഓറഞ്ചിലിട്ട്. അല്ല അതിന്റെ വേറെ ഇതാ ഞാൻ പറഞ്ഞ കേട്ടാ, ഒരു ബദാം സ്വീറ്റ്. അത് ഞാൻ ഒരു മൈസൂർ പാക്ക് പോലെ തന്നെ അല്ലേ? അല്ല, മൈസൂർ പാക്കിന് ഒരു ഉപ്പ് രസമുണ്ട്. ശരിക്കും ബദാം സ്വീറ്റ് ആണ്. അവിടുത്തെ സ്വീറ്റ്സിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാല്ലേ. അങ്ങനെ റിച്ച് സാധനം. നൈസ് ഡേ എല്ലാവർക്കും. അതുകൊണ്ട് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ബൈ ബൈ.